എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അങ്ങനെ കിടക്കരുത്. എൻ്റെ ഓൾ ഇന്ത്യ യാത്രയ്ക്ക് ശേഷം ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ എവിടേക്കും യാത്രകളൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു 4 മാസത്തോളമായിട്ട് ഞാൻ റെസ്റ്റിലായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളായിട്ട് കുറച്ച് എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാമെന്ന് കരുതി. യാത്ര ചെയ്യുന്നവർ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണമെങ്കിലും കൂട്ടമായിട്ട് യാത്ര ചെയ്യണമെങ്കിലും, പ്രത്യേകിച്ച് നോർത്തിലേക്കാണ് നിങ്ങൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധനങ്ങൾ വളരെ സേഫായിട്ട് വെക്കുക. അപ്പം അത് എനിക്ക് എൻ്റെ അടുത്ത് നിന്ന് നഷ്ടപ്പെട്ടതിന് ആ ഒരു വിഷമം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വീഡിയോ ഞാൻ ക്യാമറയിൽ കണ്ടപ്പോഴാണ് എനിക്കത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പം അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് മുതൽ എൻ്റെ കഷ്ടകാലം ആരംഭിച്ചു എന്ന് പറയാം. എൻ്റെ ഫോൺ മിസ്സായി. ഇന്ന് പുലർച്ചെ മിസ്സായി 5 മണിക്ക്. അലാറം ഓഫാക്കി ഞാൻ ഇരുന്ന് ജസ്റ്റ് ഒന്ന് കണ്ണടക്കുമ്പോഴേക്കും എൻ്റെ കയ്യിൽ നിന്ന് സാധനമുണ്ട്. ആരെ എടുത്തത് എന്താണെന്നൊരു ഐഡിയ ഇല്ല. എൻ്റെ എല്ലാം അതിലാണുള്ളത്. എൻ്റെ ലൈഫ് മൊത്തം അതിലാ. വീഡിയോ എഡിറ്റ് ചെയ്യല്, എന്താ പറയാ, വേറെ എല്ലാം പോയാലും കുഴപ്പമില്ല. കുറെ മെമ്മറീസ് ഉണ്ടായില്ലേ, ഓർമ്മകളുണ്ടായില്ലേ. ആ ഫോൺ വിറ്റാൽ തന്നെ ഇപ്പൊ എത്ര കിട്ടുക? ഒരു 1500-2000 റുപ്യ കിട്ടും. അത്ര കിട്ടുള്ള ഫോണല്ലേ. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ. ഞാനിപ്പോ ജോധ്പൂരിൽ നിന്ന് ഇറങ്ങിയാണ്. ജോധ്പൂർ കാണാനൊന്നുമില്ല, എനിക്ക് കാണാനുള്ള ഒരു ഇതൊന്നും തോന്നില്ല. ഞാനിപ്പോ അജ്മീറൊക്കെ പോകണം, അജ്മീറൊക്കെ കയറണമെന്ന് വിചാരിച്ചു. എനിക്ക് അവിടെ കയറണില്ല. ഞാൻ നേരെ ഹൈവേ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് വിളിക്കണം, ആൾക്കാരോടൊക്കെ ഒന്ന് സംസാരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അതിനൊരു ഫോണായിരുന്നു എനിക്ക് ശരിക്കും ഞാനത് ഉപയോഗിച്ചത്. ശരിക്കും ഇപ്പോഴും ഞാൻ ഒറ്റപ്പെട്ട പോലെ ഫീൽ ചെയ്യണം. ഇത്രയും ദിവസം യാതൊരു കുഴപ്പം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എഡിറ്റിങ് എല്ലാം എഡിറ്റ് ചെയ്ത ഫയല്, അപ്ലോഡ് ചെയ്യാനുള്ള ഫയലൊക്കെ എല്ലാം പോയി. എന്താ ചെയ്യാറേ, ഫോണ് പോട്ടെ. ഇനിയിപ്പോ എന്താണ് മുന്നോട്ടുള്ള യാത്ര എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എവിടെ ചെയ്യും, എന്ത് ചെയ്യും, എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ല. ഇതിപ്പോ ഞാൻ എങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന എനിക്കറിയില്ല. ഇന്നത്തെ ദിവസം തിങ്കളാഴ്ചയാണെന്ന് അറിയാം, എത്രാമതാണെന്നൊരു ഐഡിയ ഇല്ല. ഒരു ഐഡിയ ഇല്ല. ഇതിപ്പോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനൊന്നും പറയാൻ പറ്റുന്നില്ല. എന്തായാലും വരണൂർ വെച്ച് കാണാം അല്ലേ, ആ ലെവലിപ്പോ പോണത്. എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണം, ഉമ്മാടും പെങ്ങളോടൊന്ന് സംസാരിക്കണം. അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ. നോക്കാം, എന്തായാലും വഴി ഉണ്ടാവും. അപ്പോൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരും ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്യണമെങ്കിലും, നിങ്ങൾ എവിടെ പോകണമെങ്കിലും, ഇന്ത്യയാണെങ്കിലും ഇന്ത്യയുടെ പുറത്ത് പോവുകയാണെങ്കിലും എവിടെ യാത്ര ചെയ്യണമെങ്കിലും നിങ്ങളുടെ സാധനങ്ങൾ പരമാവധി സേഫായിട്ട് വെക്കുക. കാരണം നിങ്ങളൊന്ന് കണ്ണടച്ചാൽ മതി, നിങ്ങളുടെ സാധനങ്ങൾ കണ്ണ് ചിമിട്ടുന്ന സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ നിട്ടുകൊണ്ടും. അപ്പം നിങ്ങൾ പരമാവധി വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് യാത്രകൾ ചെയ്യുക.